നടൻ അജ്മൽ അമീറിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തമിഴ് നടി അജ്മൽ അമീറിനെതിരെ ഗുരുതര ആരോപണമായി രംഗത്തെത്തുന്നു. നർവിനി ധേരിയാണ് അജ്മലിനെതിരെ ഒരു അഭിമുഖത്തിൽ തുറന്നു പറയുന്നത്. ഓഡിഷൻ എന്ന പേരിൽ വിളിച്ചു വരുത്തി മോശമായി പെരുമാറി എന്നാണ് നർവിനി മുന്നോട്ട് വയ്ക്കുന്ന ആരോപണം. ഭാഗ്യം കൊണ്ട് മാത്രമാണ് താൻ രക്ഷപ്പെട്ടതെന്നും താരം പറഞ്ഞു. ട്രെൻഡ് ടോക്സ് എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് നർവിനി ധേരിയുടെ വെളിപ്പെടുത്തൽ. താൻ സുന്ദരനാണെന്നും തൻ്റെ പുറകെ ഒരുപാട് പെൺകുട്ടികൾ നടക്കുന്നുണ്ടെന്നും അജ്മൽ നർവിനിയോട് പറയുന്നു. ഓഡിഷൻ എന്ന പേരിൽ റൂമിലേക്ക് വിളിച്ചു വരുത്തുന്നു, തന്നെ ബലമായി കെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചു. ദൈവഭാഗ്യം കൊണ്ട് മാത്രമാണ് താൻ ആ മുറിയിൽ നിന്നും ഓടി രക്ഷപ്പെട്ടതെന്നും അജ്മലിനെതിരെ നർവിനി തുറന്നു പറഞ്ഞു. അജ്മലുമായിട്ടുള്ള ചാറ്റുകൾ ഉൾപ്പെടെ നർവിനി പുറത്തുവിട്ടതിന് പിന്നാലെയാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ നർവിനി തുറന്നു പറയുന്നത്. തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവം തൻ്റെ സുഹൃത്തുക്കളോട് പോലും താൻ നർവിനി ഇത് തുറന്നു പറയുകയും ചെയ്തിരുന്നു. ജീവന് പേടി കൊണ്ട് മാത്രമാണ് കേസുമായി മുന്നോട്ട് പോകാത്തതെന്നും യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ നർവിനി തുറന്നു പറയുമ്പോൾ അജ്മലിന്റെ വലയിൽ വീണ പെൺകുട്ടികൾ അല്ലെങ്കിൽ അജ്മൽ വലയിൽ വീഴ്ത്താൻ ശ്രമിച്ച പെൺകുട്ടികൾ നിരവധിയായി ഓരോ ദിവസവും പുറത്തു വരികയാണ്. ഇത് കേവലം ഒരൊറ്റ കേസ് മാത്രമല്ല, പല പല പെൺകുട്ടികൾ നേരിട്ട ദുരനുഭവങ്ങൾ. കാസ്റ്റിംഗ് കൗച്ച് പോലും ഇതിൽ ഉൾപ്പെടെ നടന്നിട്ടുണ്ട് എന്നത് വേണം മനസ്സിലാക്കാൻ. ഓഡിഷൻ എന്ന പേരിലാണ് ഇത് പെൺകുട്ടിയെ വിളിച്ചു വരുത്തിയെന്ന് പറയുമ്പോൾ കൃത്യമായി കാസ്റ്റിംഗ് കൗച്ച് തന്നെ നടത്തുന്നു. തൻ്റെ ഫെയിം ഉപയോഗിച്ച് ഒരു നടിയെ റൂമിൽ വിളിച്ചു വരുത്തി സിനിമയിൽ വാഗ്ദാനം നൽകാമെന്ന പേരിൽ കെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുന്നു, കടന്നു പിടിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ദുരനുഭവമാണ് ഈ നടി പുറത്തു വിട്ടിരിക്കുന്നത്. നടിയുടെ വെളിപ്പെടുത്തൽ ഉൾപ്പെടെ നമ്മൾ വരും മണിക്കൂറുകളിൽ പുറത്തുവിടും. ഒരു ദാരുണ സംഭവത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. തിരുവനന്തപുരത്ത് നിന്നാണ് വാർത്ത. തിരുവനന്തപുരം കല്ലിയൂരിൽ മദ്യലഹരിയിൽ മകൻ അമ്മയെ കഴുത്തറുത്ത് കൊന്നു. പകലൂർ ലക്ഷ്മി നിവാസിൽ വിജയകുമാരി അമ്മയാണ് മകൻ അജയകുമാർ കറിക്കത്തി ഉപയോഗിച്ച് കഴുത്തറുത്ത് കൊന്നത്. കൊലപാതക ശേഷം മൃതദേഹം മദ്യമൊഴിച്ച് കത്തിക്കാനും ശ്രമിച്ചു. പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു. വന്ന സമയത്ത് ഇയാൾ അങ്ങ് നടക്കുകയായിരുന്നു. ആദ്യം ഈ മദ്യം ദേഹത്തോട് ഒഴിക്കുകയായിരുന്നു. അങ്ങനെയാണ് കണ്ടത്. പ്രത്യേക ഒരു ചേട്ടൻ ഇറങ്ങി ഇയാളെ പിടിച്ച് അങ്ങനെ പ്രതി പോലീസ് വന്നു. അരുൺ മോഹൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അരുൺ, ദാരുണമായ സംഭവം എന്നതിനപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല. എന്താണ് വിശദാംശങ്ങൾ? ഹരി, തീർച്ചയായും വളരെ ഒരു ദാരുണമായ ഒരു സംഭവം തന്നെയാണ് ഈ പുലർച്ചെ നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. ഇന്നലെ അർദ്ധരാത്രിയോടെയായിരുന്നു ഈ സംഭവം. വിഴിഞ്ഞം കല്ലൂരിലായിരുന്നു ഈ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന സംഭവം ഉണ്ടാകുന്നത്. ലക്ഷ്മി നഗറിൽ താമസിക്കുകയായിരുന്ന വിജയകുമാരി എന്ന 76-കാരിയാണ് ഈ മകന്റെ ക്രൂരതയ്ക്ക് മുമ്പിൽ ജീവൻ പൊലിഞ്ഞു പോയത്. ഇന്നലെ മദ്യലഹരിയിലായിരുന്നു ഈ പറയുന്ന ഈ അമ്മയുടെ മകൻ അജയ്കുമാർ. ഇയാൾ മദ്യപിച്ച് സ്ഥിരം പ്രശ്നമുണ്ടാക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇയാൾ നിരവധി തവണ സെന്ററിൽ ഉൾപ്പെടെ കൊണ്ടുപോയിട്ടുണ്ടെന്ന് പരിസരവാസികൾ പറയുന്നു. സ്ഥിരം അമ്മയെ മർദ്ദിക്കുക തുടങ്ങിയ പ്രശ്നങ്ങളുണ്ട്. ഇന്നലെ മദ്യലഹരിയിലായിരിക്കുമ്പോൾ ആദ്യം അമിതമായി മദ്യപിക്കുകയും പിന്നെ വീണ്ടും മദ്യപിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അമ്മ തടഞ്ഞതാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇദ്ദേഹം ഒരു റിട്ടയർഡ് സൈനിക കൂടിയായിരുന്നു. അപ്പോൾ ധാരാളം മദ്യം റിട്ടയർഡ് കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അദ്ദേഹത്തിന് മദ്യം കയ്യിൽ കിട്ടാറുണ്ടായിരുന്നു അത്രേ. സോ ഇത് അമ്മ തടഞ്ഞതാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം. ആപ്പിൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന കത്തിയായിരുന്നു ഈ കൊലപാതകത്തിന് ഉപയോഗിച്ചെന്നാണ് പോലീസ് പറയുന്നത്. അവിടെ വീട്ടിനകത്ത് വെച്ച് തന്നെ അമ്മയെ ആദ്യം അദ്ദേഹം കുത്തുകയായിരുന്നു. ഇറങ്ങി പുറത്തേക്ക് ഓടിയ അമ്മയെ പിന്തുടർന്ന് കിണറ്റിൻകരയിൽ വെച്ച് കഴുത്തിന് ഒപ്പം കൈകളിലും കാലുകളിലും ഞരമ്പുകൾ മുറിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്ന് കിട്ടുന്ന പ്രാഥമിക വിവരം. തുടർന്ന് നാട്ടുകാർ ഈ അമ്മയുടെ വിളികെട്ട് നാട്ടുകാരെത്തിയെങ്കിലും നാട്ടുകാർക്ക് മുന്നിലും ഇയാൾ ആക്രോശിച്ച് നിൽക്കുകയായിരുന്നു. ഒപ്പം മൃത അവസ്ഥയിലെത്തിയ അമ്മയുടെ ദേഹത്ത് ഈ മദ്യമൊഴിച്ച് തന്നെ കത്തിക്കാനും ശ്രമിച്ചു. എന്നാൽ ഈ ആടിപ്പളർന്നില്ല. അത് എന്നൊഴിച്ചാൽ ആ ഒരു ശ്രമവും ഇയാൾ നടത്തിയിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടർന്ന് നാട്ടുകാരുടെ ഒപ്പം നേമം പോലീസ് ഇടപെട്ട് ഇദ്ദേഹത്തെ കീഴ്പ്പെടുത്തുകയായിരുന്നു. ഇപ്പോൾ അജയ്കുമാർ നേമം പോലീസ് കസ്റ്റഡിയിലാണുള്ളത്. പോലീസ് സ്ഥലത്ത് ഉണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം ഇന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. ഹരി, യെസ്, അതാണ് പോലീസിൽ നിന്ന് ലഭിച്ച പ്രാഥമിക വിവരങ്ങളാണ് അരുൺ മോഹൻ പങ്കുവച്ചത്. ആദ്യമായിട്ടല്ല ഇങ്ങനൊരു സംഭവം നടക്കുന്നത്. വിജയകുമാരി അമ്മയെ ഈ മകൻ അജയ്കുമാർ നിരവധി തവണ ഇതിനു മുമ്പും പലപ്പോഴായി ആക്രമിക്കുകയും ചെയ്തു. അതിൻ്റെ ഇന്ന് കഴിഞ്ഞ ദിവസമാണ്
കഴുത്തറുത്ത് കൊലപ്പെടുത്തുന്നത്. അതിനുശേഷം മൃതദേഹം മദ്യമൊഴിച്ച് കത്തിക്കാനും ശ്രമിച്ചു എന്നുള്ളത്.